ശ്രീതു അർജുനും തമ്മിൽ ഇത്രയും നാളുകൾക്കിടയിൽ ഒരു വലിയ ഗ്യാപ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. ശ്രീതുവിന്റെ അമ്മ ബിഗ് ബോസ് ഹൗസിനകത്ത് വന്നു പോയതിനു ശേഷമാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഗ്യാപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ശ്രീതു അർജുനും ബാത്റൂം ഏരിയയിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. വ്യക്തമായി തന്നെ ശ്രീതു പറയുന്നു, നീ ഫേക്ക് ആണെന്ന് എനിക്ക് തോന്നാൻ ചില കാര്യങ്ങൾ എന്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട് എന്ന് ശ്രീതു പറയുന്നു. ആദ്യം പറയുന്ന കാര്യം ജാസ്മിന്റെയാണ്. കുറച്ചു ദിവസങ്ങളായി ജാസ്മിനും അർജുനും തമ്മിൽ വലിയൊരു അടുപ്പമുള്ളതായിട്ട് ശ്രീതുവിന് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത്രയും നാളും അത്തരത്തിലുള്ള അടുപ്പമായിരുന്നില്ല എന്നും, എന്നാൽ ഈ കുറച്ചു നാളുകൊണ്ട് ജാസ്മിനും അർജുനും അടുപ്പം ഉണ്ടായിട്ടുണ്ടെന്നാണ് ശ്രീതു പറയുന്നത്. അത് ശ്രീതുവിനെ ബോധർ ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം തുറന്നു തന്നെ ശ്രീതു ലൈവില് പറയുന്നുണ്ട്. കുറച്ചു ദിവസങ്ങളായി ജാസ്മിൻ ഏത് സമയവും അർജുന്റെ കൂടെ തന്നെയാണ്. അർജുന്റെ കൂടെ ഒരു കോംബോ ചെയ്യാൻ ജാസ്മിൻ ശ്രമിക്കുന്നുണ്ട്. അർജുൻ അങ്ങോട്ടത് ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം വ്യക്തമല്ല. നേരത്തെയും അർജുനും ജാസ്മിനും തമ്മിൽ ഒരു കൂട്ടും ഫ്രണ്ട്ഷിപ്പും ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇത്രത്തോളം ഇല്ലായിരുന്നു. ശ്രീതുവും അർജുനും തമ്മിൽ പുറത്ത് നല്ലൊരു കോംബോ പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ജാസ്മിൻ അറിയാം. ശരിക്കും ഒരു ക്യൂട്ട് കോംബോയാണ് അർജുനുമായിട്ട് ജാസ്മിൻ ട്രൈ ചെയ്യുന്നത്. എന്തായാലും അത് തന്നെ ബോധർ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ് ശ്രീതു പറയുന്നത്. അതോടൊപ്പം തന്നെ സിജോയുമായിട്ട് അർജുനും സിജോയും സായിയും ഒക്കെ ഡിസ്കസ് ചെയ്യുന്നുണ്ടല്ലോ പുറത്ത് പോകുന്ന ആൾക്കാരെ കുറിച്ച്. അപ്പൊ പുറത്ത് ആരെ വിടാം എന്നുള്ളൊരു കാര്യവും ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ കൂട്ടത്തിൽ ശ്രീതുവിന്റെ പേരും ഇവർ പറയുന്നുണ്ട് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ശ്രീതുവിനുണ്ട് എന്ന് പറയുന്നു. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലെന്നാണ് അർജുൻ പറയുന്നത്. എന്തായാലും ജാസ്മിനുമായിട്ടുള്ള അർജുന്റെ ആ ഒരു കോംബോ ഒരിക്കലും അർജുന് ഹെൽപ്ഫുൾ ആയിരിക്കില്ല. ജാസ്മിന് വേണമെങ്കിൽ അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം അർജുനുമായിട്ട് ഒരു ക്യൂട്ട് കോംബോ ട്രൈ ചെയ്യാൻ പറ്റും. ഗബ്രിയുമായിട്ടുണ്ടായിരുന്നത് ഒരു കോംബോയോ പ്രണയോ ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ശ്രീതു തന്റെ മനസ്സിലുള്ള കാര്യം പറയുന്നുണ്ട്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.